റസ്മിന്റെ ഉമ്മയും ബ്രദറുമാണ് വന്നിരിക്കുന്നത്. ഫാമിലി വീട്ടിലേക്ക് കയറി അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ റസ്മിന്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. റസ്മിനോട് പറഞ്ഞത്, ബ്രദർ പറഞ്ഞ വാചകം ഇതാണ്: ആദ്യത്തെ 1 മാസത്തോളം ബെസ്റ്റായിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ചില സീനുകളൊക്കെ കാണുമ്പോൾ കൈയടിക്കാനായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒട്ടും ഗെയിം കളിക്കുന്നില്ല, വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞു റസ്മിന്റെ അടുത്ത്. ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയതോടുകൂടി ഗെയിം എല്ലാം മറന്നു. ഇവിടെ ഗെയിം ഇല്ലാതെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇനി അങ്ങനെ പറ്റില്ല, ഇനിയെങ്കിലും നന്നായി ഗെയിം കളിക്കുക എന്നാണ് റസ്മിനോട് പറഞ്ഞത്. അപ്പൊ റസ്മിൻ പറഞ്ഞിട്ട്, കഴിഞ്ഞ ഈ ഒരു വീക്ക് ഞാൻ നന്നായി ഗെയിം കളിച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ചെറുതായിട്ട് കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കാര്യമില്ല, മുമ്പ് മുഖം നോക്കാതെ മറുപടി പറയാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു, ഇപ്പൊ അത് ശ്രമിക്കുന്നില്ല എന്ന് ബ്രദർ അവിടെ പറയുന്നുണ്ട്. അപ്പൊ റസ്മിൻ പറയുന്നുണ്ട്, എനിക്കിവിടെ എല്ലാവരായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി, അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കാഞ്ഞിട്ടാണ് എന്ന് റസ്മിൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്കല്ലേ നീ വന്നത്, അപ്പൊ ആ ലക്ഷ്യം നേടിയെടുത്തിട്ട് തിരിച്ചു വായോ, നമുക്കത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞുകൂടെ എന്ന് അവിടെ പറയുന്നുണ്ട് ഉമ്മ. അപ്പോൾ റസ്മിൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരാഴ്ച പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് വരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതെടുത്തിട്ട് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് റസ്മിൻ. അപ്പോൾ ബ്രദർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വന്നത് കളിച്ച് ജയിക്കാനല്ലേ, അപ്പോൾ കളിച്ച് ജയിച്ചിട്ട് വന്നാൽ മതി, പണപ്പെട്ടിയുടെ ആവശ്യമില്ല എന്നാണ് അവിടെ മറുപടി പറഞ്ഞത്. അപ്പോൾ റസ്മിൻ ഓക്കെ, ഞാൻ ഗെയിം കളിച്ചോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ റസ്മിൻ ആയുസ് ഇനി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. അവിടെ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാനായിട്ട് അവിടെ നമുക്കറിയാം, ഈ ആഴ്ച പുറത്തു പോകുന്നുണ്ടെങ്കിൽ അത് റസ്മിൻ പോവാനാണ് ചാൻസ് എന്ന്. അവിടെ ഏറ്റവും വീക്കായിട്ട് ഇപ്പോൾ കാണുന്ന ഒരു മത്സരാർത്ഥി, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടമില്ലാത്തൊരു മത്സരാർത്ഥി എന്ന് പറയുന്നത് റസ്മിനാണ്. അതുകൊണ്ട് ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുള്ള വ്യക്തിയുമാണ്. ഈ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തുന്ന സമയത്ത് പുറത്താക്കുന്നുണ്ടെങ്കിൽ അത് റസ്മിൻ പോവാനാണ് ചാൻസ് എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ അവരുടെ ഫാമിലി ആ പ്രതീക്ഷ ഒട്ടും കളഞ്ഞിട്ടില്ല. റസ്മിനോട് നന്നായിട്ട് ഗെയിം കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസ്മിന് ഇനിയും ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ലെവലിലാണ് ഫാമിലി അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.